ഇതെന്തിനാ എനിക്ക് തന്നത്? അത് അത് ടീച്ചറിനായതുകൊണ്ട്. അന്ന് ടീച്ചർ പൂന്തോട്ടം കാണാൻ വന്നപ്പോ ടീച്ചറിന്റെ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടില്ലേ, അത് തിരികെ തന്നതാ. എന്റെ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യം. പക്ഷേ ഇത് എന്റെ ബ്രേസ്ലെറ്റ് അല്ല. നഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് കിട്ടിയപ്പോ ഞാനത് തിരിച്ചു തന്നതാ. തിരിച്ചു തന്നത് എന്റെ ബ്രേസ്ലെറ്റ് അല്ല, അതേപോലുള്ള വേറൊന്ന്. അപ്പോ ഞാൻ ടീച്ചറിന്റെ ബ്രേസ്ലെറ്റ് മാറ്റി വേറെ തന്നു എന്നാണോ ടീച്ചർ പറയുന്നത്? അതെ. സത്യം പറ, എന്തിനാ അത് മാറ്റിയത്? ഇത് എന്റേതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തിനാ എനിക്ക് വേറെ ബ്രേസ്ലെറ്റ് തന്നത്? എന്റെ ബ്രേസ്ലെറ്റ് എന്ത് ചെയ്തു? സത്യം പറ. ശരിയാ, ഇത് ടീച്ചറിന്റെ ബ്രേസ്ലെറ്റ് അല്ല, അതുപോലത്തെ വേറൊന്നാ. അതെന്തിനാ മാറ്റിയത്? അന്ന് ടീച്ചറിന്റെ ബ്രേസ്ലെറ്റ് കിട്ടിയ ശേഷം അത് തരാൻ പലവട്ടം ഞാൻ ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ നടന്നില്ല. അതെന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. ടീച്ചറിന്റെ ആഭരണം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോ അതേപോലത്തെ ഒരെണ്ണം സ്വർണ്ണക്കടയിൽ പോയി വാങ്ങി. അതാ ടീച്ചർക്ക് തന്നത്. ഒരേപോലത്തെ ആയതുകൊണ്ട് ടീച്ചർ കണ്ടുപിടിക്കുന്നു കരുതിയില്ല. സോറി. എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും? എന്റേത് ഒറിജിനൽ അല്ല, മുക്കുണ്ടായിരുന്നു. ഇത് സ്വർണവും, പിന്നെങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും? മുക്കുണ്ടോ? അതെ, ഫാൻസി സ്റ്റോറിൽ നിന്ന് വെറും 100 രൂപയ്ക്ക് വാങ്ങിയത്. ദാ പിടിക്ക്. എന്തിന്? ഇത് സാറിന്റെ സ്വർണ്ണ ബ്രേസ്ലെറ്റ്. ഇതെനിക്ക് വേണ്ട. ഇല്ല, ടീച്ചറിനെ ഞാൻ കളഞ്ഞില്ലേ, അതിന് പകരം അത്. അതെങ്ങനെ ശരിയാവും? 100 രൂപ വിലയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ബ്രേസ്ലെറ്റിന് പകരം 10-20,000 രൂപ വിലയുള്ള സ്വർണത്തിന്റെ ബ്രേസ്ലെറ്റോ? അത് സാരമില്ല, ടീച്ചർ അത് വെച്ചോളൂ. അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട സാർ. ടീച്ചറിന്റെ ബ്രേസ്ലെറ്റ് ഞാൻ കളഞ്ഞില്ലേ, അതിന് പകരം ഇത്. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യും, എന്റെ ബ്രേസ്ലെറ്റിന്റെ വില എനിക്ക് തന്നാ മതി. ടീച്ചറെ, എനിക്കിതുകൊണ്ട് എന്താ പ്രയോജനം? ഞാനിത് ആർക്കും കൊടുക്കാനാ? സൂക്ഷിച്ചു വെച്ചോ. നാളൊരു കാലത്ത് സാറ് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കാം. ഇത് ആ പെണ്ണിന് അവകാശപ്പെട്ടതാ. ഇത് ആ ഭാഗ്യവതിക്കുള്ളതാ. മഴവിൽ